ഇപ്പോൾ മലനിരകൾ ശ്വാസം പിടിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. കാരണം സന്നിധാനത്തിലേക്ക് ഇടതടവില്ലാതെ അലിഞ്ഞൊഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ ഈ മലനിരകളെയും പ്രകമ്പനം കൊള്ളിക്കുകയാണ്. എല്ലാ കണ്ഠങ്ങളിൽ നിന്നുയരുന്നത് ഒരേ ഒരു ശബ്ദം മാത്രമാണ്. എല്ലാ കണ്ഠങ്ങളിൽ നിന്നുയരുന്നതും സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രം മാത്രമാണ്. കണ്ണുകൾ നിറഞ്ഞ് ഹൃദയങ്ങൾ തുറന്ന് ഭക്തർ കാത്തിരിക്കുകയാണ് ആ രാജദർശനത്തിനായി. മൗനമെന്ന വാക്കുപോലും പ്രാർത്ഥന എന്ന് പറയേണ്ടി വരുന്ന പുണ്യമായ സമയമാണ്. മൗനമെന്ന വാക്കുപോലും പ്രാർത്ഥന എന്ന് പറയേണ്ടി വരുന്ന ഒരു പുണ്യ സമയത്തിനാണ് ഭക്തജനങ്ങളെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രം ധ്വനി ലക്ഷക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്ന് ആ മന്ത്രധ്വനി ഉയരുകയാണ്. കാത്തിരിപ്പാണിത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു ദീപത്തിനായുള്ള ഒരു കാത്തിരിപ്പാണിത്. അതേ, കാത്തിരിപ്പാണിത്. ലക്ഷക്കണക്കിന് കണ്ണുകൾ ഒരു ദീപത്തിനായി, ഒരേ ഒരു ദീപത്തിനായുള്ള കാത്തിരിപ്പാണിത്. ഇവിടെ ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ഒരു ഇരുട്ടല്ല. ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ഒരു ദീപത്തിനായുള്ള കാത്തിരിപ്പാണ്. ഇരുട്ടിനെ കീറി ദൈവത്തിൻ്റെ ഒരു പൊൻചിരി പോലെ ആ പ്രകാശം ആകാശത്തിലേക്കുയരും. ആ പ്രകാശം ഒരു വിശ്വാസത്തിൻ്റെ അനശ്വരമായ അടയാളപ്പെടുത്തലാണ്. ശബരിമല ഇപ്പോൾ ഒരു മലയല്ല. ശബരിമല എന്നത് ഇപ്പോൾ ഒരു മലയല്ല. അത് ലോകത്തിൻ്റെ ആകമാനം, വിശ്വാസികളായ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ ആകമാനം, ഒരു ഹൃദയമിടിപ്പാണ് ശബരിമല എന്നതിപ്പോൾ കേവലം ഒരു മലയല്ല. വിശ്വാസികളുടെ, ലോകത്താകമാനമുള്ള വിശ്വാസികളുടെ ഒരു ഹൃദയമിടിപ്പാണ് ശബരിമല. കാലവും കർമ്മവുമൊക്കെ നമസ്കരിക്കുന്ന ഒരേ ഒരു നാമമാണ് അവിടെ മുഴങ്ങിക്കേൾക്കുന്നത്. ആ നാമം സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രമാണ്. പമ്പയുടെ നിശബ്ദമായ നീരൊഴുക്ക് പോലും ഇന്ന് മന്ത്രമുഖരിതമാണ്. ഇപ്പോൾ ശുദ്ധിയുടെ, സമർപ്പണത്തിൻ്റെ ഒരു തീരമാണിത്. ഈ വനത്തിലുണ്ടാകുന്ന ഓരോ ശബ്ദങ്ങൾ പോലും സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനികളിൽ മുഴങ്ങുന്ന അനിർവചനീയമായ ഒരു പുണ്യ നിമിഷത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തിരുവാഭരണം ഇന്ന് ശിരസിലേറ്റിക്കൊണ്ട് വന്നവർ മാത്രമല്ല ഈ തിരുവാഭരണം വഹിച്ചത്. ഈ തിരുവാഭരണം ഇന്ന് വഹിച്ചത് ഓരോ ഭക്തനും അവൻ്റെ നെഞ്ചിൽ ഈ തിരുവാഭരണം ഏറ്റിയിട്ടുണ്ടിന്ന്. വനപാതകൾ പോലും തുറന്ന് വഴികാട്ടി വന്ന ആ പുണ്യമായ സുദിനം. ഇലകൾ പോലും ഇപ്പോൾ ശബ്ദമില്ലാതെ വഴിമാറിത്തരികയാണ്. ഓരോ ചുവടുവെപ്പും ഓരോ ജപത്തോടെയാണ്. എല്ലാ ചുവടുകളിലും ഉണ്ടാകുന്നത് ഒരേ ഒരു പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. മലയ്ക്ക് പോലും ഇന്ന് ഭാരം തോന്നുന്നില്ല. കാരണം അത് ചുമക്കുന്നത് സ്വാമിയുടെ രാജചിഹ്നങ്ങളാണ്. നീലിമല കയറ്റത്തിൽ ശ്വാസം മുട്ടിയത് ശരീരത്തിനല്ല, അഹംഭാവത്തിനാണ്. ഞാൻ എന്ന ഭാവത്തിനാണ് ആ കയറ്റങ്ങളിലൊക്കെ ശ്വാസം മുട്ടുന്നത്. ചൊരിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന വിയർപ്പ് കണങ്ങളെ ഭൂമിദേവി ഏറ്റുവാങ്ങുന്നത്, തീർത്ഥമായിട്ടാണ് ഏറ്റുവാങ്ങുന്നത്. സ്വാമി സ്വാമി എന്ന നാദത്തിൽ എല്ലാ കാൽവഴികളും ഇന്നെത്തി നിന്നത് സന്നിധാനത്തിലേക്കാണ്. എല്ലാ കാൽവഴികളും ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. കാട്ടുപാതയുടെ മൗനത്തിൽ തിരുവാഭരണ പേടകത്തോടൊപ്പം സ്വാമിയേ സ്വാമിയേ എന്ന മന്ത്രജപത്തോടെയാണ് ഈ സന്നിധാനത്തിലേക്ക് എത്തിയത്. എല്ലാ കണ്ഠങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്നത് ഒരേ ഒരു മന്ത്രമാണ്, ഒരേ ഒരു പ്രാർത്ഥനയാണ്. സ്വാമിയേ ശരണമയ്യപ്പ എന്ന പ്രാർത്ഥനയാണ്. ത്യാഗത്തിന്റെ, ബ്രഹ്മചര്യത്തിന്റെ, സമത്വത്തിന്റെ അദൃശ്യമായ സന്ദേശങ്ങളാണ് ഇവിടെ ആകമാനം പ്രകമ്പനം കൊള്ളിക്കുന്നത്. ഇവിടെ എല്ലാ കരുണയും കാറ്റായി വീശുന്ന ഈ സുദിനമാണ്. ഭക്തന്റെ കണ്ണുനീർ ഇപ്പോൾ എല്ലാം വാർത്തുന്നത് ഈ ഒരു ദർശനത്തിൻ്റെ പുഷ്പത്തിനായി, ഈ ദർശന സൗഭാഗ്യത്തിനായാണ് എല്ലാ ഭക്തജനങ്ങളും ഇപ്പോൾ കാത്തിരിക്കുന്നത്. അയ്യപ്പൻ രാജാവായല്ല, അയ്യപ്പൻ താപസ്വിയായാണ്, അയ്യപ്പൻ പിതാവായാണ്,
നമ്മൾ ഭക്തജനങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ മിഴി തുറക്കുവാൻ എത്തിച്ചേരുന്നത്. അയ്യപ്പൻ നമ്മളുടെയൊക്കെ മുമ്പിൽ വെളിപ്പെടുന്നത് ഒരു താപസ്വിയായാണ്, നമ്മുടെ പിതാവായാണ്, നമ്മുടെ രക്ഷകനായാണ്. നമ്മളുടെ എല്ലാ മതവിശ്വാസത്തിലുമുള്ള ആളുകൾ ആ മതവിശ്വാസങ്ങളൊക്കെ മായുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു വലിയ ദീപം ഇവിടെ തെളിയുകയാണ്. ഹരിഹരപുത്രന്റെ ദർശനത്തിൽ സാഹോദര്യത്തിൻ്റെ ദീപമാണ് ഇവിടെയാകെ തെളിയുന്നത്. ഈ രാത്രിയിൽ, ഈ സന്ധ്യാനേരത്ത് ശബരിമലയിലെ പർവ്വതങ്ങളൊക്കെ ദീപങ്ങളുടെ മാലകൾ കൊണ്ട് മറിയുകയാണ്. പ്രതീക്ഷയോടെ എത്തിയ ഭക്തജനങ്ങളുടെ കൈകളിലെ വിളക്കുകൾ ഈ ഒരു വാനത്തിനുള്ളിലെ നക്ഷത്രങ്ങളെ പോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. പുഴകളും പാടങ്ങളും പ്രകാശം കയറിയ കാറ്റിൻ്റെ ശബ്ദവും വെള്ളത്തിൻ്റെ പാട്ടും ഒറ്റ ശ്വാസവും എല്ലാം ഒരു ദിവ്യ സംഗീതമായി മാറുകയാണ്. ആ ദിവ്യ സംഗീതം പ്രപഞ്ചത്തിലാകെ ലയിക്കുകയാണ്. ആ ദിവ്യ സംഗീതമാണ് സ്വാമിയേ ശരണമയ്യപ്പ. മനസ്സിൽ പ്രതിഫലിക്കുന്ന ഓരോ ചിത്രവും, ഓരോ വിളക്കും, ഓരോ ഹൃദയത്തിലെ ദീപശിഖകളും ഒരുമിച്ച് സൃഷ്ടിക്കപ്പെടുന്ന പ്രകാശം. ഇവിടെയും ഈ മലകളും കാടുകളും ഒക്കെ ഏറ്റുവിളിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്നത് കലിയുഗ വരദനായ അയ്യപ്പ സ്വാമിയെയാണ്. മകരവിളക്കിന്റെ വെളിച്ചം ഹൃദയങ്ങളിൽ ധർമ്മദീപമാണ് പ്രകാശിക്കപ്പെടുന്നത്. ഇത് വെറും ഉത്സവമല്ല, ആത്മീയതയുടെ സന്ധ്യയാണ്. ഓരോ ഭക്തനും, ഓരോ പ്രാർത്ഥനയും, ഓരോ ദീപവും ആ ഭക്തിയുടെ സമുദ്രത്തിലെ തിരമാലകളായി പടരുകയാണ്. ഭക്തി സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പുണ്യസ്ഥാനമാണിവിടെ. ആദ്യകാലങ്ങളിൽ തന്നെ അയ്യപ്പൻ, അയ്യപ്പ അയ്യപ്പ എന്ന വിശ്വാസത്തിലൂടെ, അയ്യപ്പ അയ്യപ്പ എന്ന വിളികളോടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഈ മകരവിളക്ക് ദർശിക്കുവാനായി സന്നിധാനത്തെത്തിയിട്ടുള്ളത്. നമുക്ക് ഈ മകരവിളക്ക് പ്രകാശം നമ്മളുടെ ഹൃദയത്തിൽ എല്ലാ കാലവും നിലകൊള്ളട്ടെ. ഓരോ ദീപവും നമ്മുടെ ആത്മാവിനെ പുതിയ പ്രകാശത്തിലേക്ക് നയിക്കട്ടെ. ഭക്തിയുടെ താളത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കിരണമായി ഈ മകരവിളക്ക് നമ്മുടെയൊക്കെ മനസ്സിലെ വിളക്കായി തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു നാമമാണ്. നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാഴ്ചയാണ്. നീലപ്പർവ്വതങ്ങളുടെ മധുരത്തടവുകളിൽ മേഘങ്ങളും കാറ്റും പുഴകളും ഒരുമിച്ച് ഈ ദിവ്യപ്രകാശം കാണുന്നതിനായി ഒരുക്കിയിരിക്കുകയാണ്. മകരവിളക്കിൻ്റെ നിമിഷമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മകരസംക്രാന്തിയുടെ ആദ്യഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ എല്ലാ ദിവ്യശക്തികളും നമുക്കൊപ്പം ഈ കാഴ്ച കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ദിവസം ഓരോ ഹൃദയവും വെളിച്ചത്തിൻ്റെ പാതയിലൂടെ നടക്കുകയാണ്. ഓരോ ദീപവും, ഓരോ ഭക്തനും ഒരു മഹാസമുദ്രം പോലെ പകർന്നു നൽകുന്ന ആത്മീയതയുടെ കിരണം ദർശിക്കുവാനാണ് നമ്മൾ ഓരോ ഭക്തജനങ്ങളും ഈ അനിർവചനീയമായ, അനുഭൂതിദായകമായ ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ആ കാഴ്ചകൾ ദർശിക്കാനാവും. ഈ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ആത്മാവ് ശുദ്ധി നേടാൻ വേണ്ടി ഭക്തി ഉയർത്തുകയാണ്, ധർമ്മ വഴികൾ തെളിയുകയാണ്. ഭക്തരുടെ കൈകളിലെ ദീപങ്ങൾ പ്രാർത്ഥനയുടെ തീപ്പന്തങ്ങളായി പടരുകയാണ്. ഓരോ ചുവടും, ഓരോ ഹൃദയത്തിലും, ഓരോ ദീപവും ഒരുമിച്ച് ദിവ്യപ്രകാശമായി തെളിയുകയാണ്. നമുക്ക് തോന്നുന്നുണ്ടിപ്പോൾ ഈ ഭൂമിയും സ്വർഗവും നമ്മളോടൊപ്പം ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.